നമുക്ക് പൂർണ്ണമായിട്ട് താരനൊക്കെ മാറും. ഞങ്ങളത് ഗ്യാരണ്ടി പറഞ്ഞ് ചെയ്യുന്നതാണ്. അതിപ്പോൾ അത് ട്രീറ്റ്മെന്റ് അപ്പോൾ എത്ര നാൾ കൂടി അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? 15 ഡേയ്സിൽ ഒന്ന് ചെയ്യണം, 3 മാസം അടുപ്പിച്ച്, 3-4 മാസം. ചിലതൊരു ക്രോണിക് ആയിട്ടുള്ള ഡാൻഡ്രഫ് ഉണ്ടാവും, അങ്ങനെയുള്ളവർക്കൊരു 4 മാസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മാസത്തിൽ ഒരിക്കൽ വന്ന് ചെയ്താൽ മതി. പക്ഷേ ഹോം കെയർ കണ്ടിന്യൂ ചെയ്യണം. നമ്മളപ്പോൾ ശരിക്കും പിന്നീട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അല്ലേ നമ്മളത് സൂക്ഷിക്കേണ്ടത്? ആ ഒരു വ്യക്തിയുടെ ഏത് കാര്യമാണേലും നമ്മൾ ഇപ്പം ചിലർ വിചാരിക്കും ഇവിടുന്ന് അങ്ങ് ചെയ്ത് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ എല്ലാം അങ്ങനെയല്ല. നമ്മൾ ഹോം കെയർ ചെയ്യണം. ഹോം കെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഇപ്പോഴത്തെ സ്ത്രീകളും പുറത്തിറങ്ങി ജോലിക്കൊക്കെ പോകുന്നതാണ്. അപ്പം അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ലൈഫാണ്. അപ്പോൾ അവർക്ക് ആ ഒരു സമയത്തിന് പെട്ടെന്നൊക്കെ അവർക്ക് ചെയ്യാവുന്ന ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അതന്നെ അവർ ഞങ്ങൾ ഹോം കെയർ കൊടുക്കുമ്പം അവർക്ക് ആ ഓയിലിട്ടിട്ട് രാവിലെ കുറച്ച് ഓയിലിട്ട് കഴിയുമ്പം അവർക്ക് പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യാം. ഈ പറയുന്ന ഞാനും അതുപോലത്തെ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ രാവിലെ കുക്കിംഗ് കഴിയുമ്പോഴേക്കും ഒരു 10-20 മിനിറ്റ് തലയിൽ ഇത് ഓയിൽ കിടക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിൽ കയറുന്നു, നമ്മുടെ ഷാമ്പു ഡൈല്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, എളുപ്പമാണ്. ഇതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടല്ല. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നില്ലേ, അതിൻ്റെ ഒരു ഭാഗം പോലെ തന്നെയാണിത്. എന്തായാലും ഈ ഇൻ്റർവ്യൂ വളരെ രസകരമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. വീട്ടുകാർക്കും പ്രത്യേകിച്ച് ലേഡീസിന് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഈ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ മാഡം ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ധാരാളം സർട്ടിഫിക്കറ്റുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ അപ്പോൾ എന്ത് കോഴ്സിൻ്റെയൊക്കെയാണ് അത്? അതെ, ഞങ്ങൾക്കിങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ കൂടുതൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. വെറും ഒരു ബേസിക് കോഴ്സ് പഠിച്ചുകൊണ്ടൊന്നും നമുക്ക് ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പം ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിലും കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളം കുടിച്ച് അത്രയേ ആയിട്ടുള്ളൂ, ഒന്നും ആയിട്ടില്ല. ശരിക്കും ഇതൊരു സംഗീതം പോലെ ആനന്ദസാഗരമാണല്ലേ. ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ വരുന്നത് നമ്മൾ പഠിക്കുന്നു, നമ്മൾ ഇതിലേക്ക് പോകുന്നു. പിന്നെ ഇപ്പം ചില ആൾക്കാരൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് നാൾ നിന്ന് പഠിച്ചിട്ട് പെട്ടെന്നൊരു പുതിയ ഒരെണ്ണം തുടങ്ങുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമുള്ളത്? ഇപ്പോൾ കാരണം നമ്മുടെ ഈ എറണാകുളത്ത് തന്നെ ഒത്തിരിയധികം പാർലേഴ്സ്. അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മളിതിനെപ്പറ്റി അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഫീൽഡിൽ ഇറങ്ങാവുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മളൊരാളുടെ തലയും സ്കിന്നും എന്ന് പറയുന്ന ഒരാളുടെ മൊത്തം ഇതാണ്. അപ്പം അതിനെപ്പറ്റി നമുക്ക് ആധികാരികമായിട്ട് നമുക്ക് നല്ലൊരു അറിവില്ലെങ്കിൽ നമ്മളത് പലതും എടുത്ത് ഉപയോഗിക്കുന്നത് വളരെ റിസ്ക് ആയിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ പല മാർക്കറ്റിൽ ഇപ്പോൾ ഇഷ്ടം പോലെ പ്രോഡക്റ്റുകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ചില പ്രോഡക്റ്റിൻ്റെ നമ്മൾ സ്റ്റീം കൊടുക്കാൻ പാടില്ല എന്നുണ്ടാവും. ചിലരിപ്പം നമ്മളോടത്ത് ചോദിക്കും എനിക്ക് സ്റ്റീം വേണ്ട കേട്ടോ എന്ന് പറയും. പക്ഷേ ഇപ്പോൾ ചില പ്രോഡക്റ്റിൽ സ്റ്റീം കൊടുക്കാൻ പാടില്ല, കാരണം അതിനകത്ത് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് നമ്മൾ അത് വായിച്ച് നോക്കിയിട്ട് നമ്മൾ സ്റ്റീം കൊടുക്കരുത്. അതിന് സ്റ്റീം കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഇത് എഫക്റ്റായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ ആലോചിക്കാതെയൊക്കെ ഉപയോഗിക്കുമ്പം പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആയുർവേദിക്കിലൊക്കെ ആണെങ്കിൽ 2-3 സ്റ്റീം കൊടുക്കണം. ആയുർവേദിക്കിൻ്റെതെന്ന് പറയുന്നത് സ്റ്റീമിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് അത് പിടിപ്പിക്കാൻ വേണ്ടി. പണ്ട് കാലത്ത് പണ്ടത്തെ ആചാര്യന്മാരെങ്ങനെയായിരുന്നു, അവർ ഈ സൗന്ദര്യം നിലനിർത്താനും അവരുടെ യൗവനം നിലനിർത്താനും ആരോഗ്യം നിലനിർത്താനൊക്കെ അവർ പല മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, തൈലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ പുരട്ടി സ്റ്റീം കൊടുക്കാൻ ആവിയുള്ളായിരുന്നു അന്ന്. അങ്ങനെയൊക്കെ അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഇതിൽ സ്റ്റീമിങ്, ആയുർവേദത്തിൽ ശരിക്കും സ്റ്റീമിങ് ഉണ്ട്. കാരണം ഈ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ പച്ചമരുന്നുകളുടെ ജ്യൂസൊക്കെ കൊണ്ടുണ്ടാക്കുന്നതാണെന്ന്. അപ്പോൾ അത് നമ്മുടെ ഇതിനകത്തേക്ക് സ്കിന്നിനകത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ സ്റ്റീം കൊടുക്കണം. പിന്നെ അപ്പം ശരിക്കും ഇവിടെ തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് നാളെന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ എന്തായാലും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ള അതെൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞും ഒക്കെയാണ്. അതിന് നമ്മൾ പ്രത്യേക അസോസിയേഷൻ എന്തെങ്കിലും? അസോസിയേഷൻ ഉണ്ട്. ഞങ്ങൾ അസോസിയേഷൻ്റെ KBOA എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷൻ ഉള്ളവരും ഇല്ലാത്തവരും
ഒക്കെ ആയിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ സ്റ്റാഫിൻ്റെ സഹകരണം സ്റ്റാഫിൻ്റെ സഹകരണം എനിക്ക് ഉള്ളതെല്ലാം നല്ല സ്റ്റാഫാണ്. അവരുടെ സഹകരണം എനിക്ക് നന്നായിട്ടുണ്ട്. എല്ലാം നമ്മുടെ ഇവിടെ തന്നെയുള്ള ആൾക്കാർ. ഇവിടെ തന്നെ, ഇവിടെയും ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ എന്തായിരിക്കും ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഇതിൽ കുറച്ചും കൂടെ മുന്നോട്ട് ഇനിയുള്ളത് പഠിക്കുക, മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ എനിക്കിപ്പോൾ കുറച്ചും കൂടെ ആയുർവേദത്തിലേക്ക് ആയതുകൊണ്ട് കുറേം കൂടെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് അത് കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. ശരിക്കും ഈ ബ്യൂട്ടീഷ്യന്മാരെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡോക്ടർ, സ്കിൻ ഡോക്ടറിന്റെ ഒരു സെയിം ഒരു ഞാൻ കോസ്മെറ്റോളജി ഒക്കെ പഠിച്ചതാണ്. അപ്പം പഠിച്ചതാണ്. നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്തായിരിക്കും ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? എന്താണ് മെസ്സേജ് കൊടുക്കാനുള്ളത്? അവർ എപ്പോഴും ഒരു നല്ല, ശരിക്കും അറിവുള്ളവരും നന്നായിട്ടുള്ള ബ്യൂട്ടി പാർലറിൽ പോവുക, കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ സ്കിന്നും ഹെയറിനെയും കൺസൾട്ട് ചെയ്തിട്ട് മാത്രം അവർ ട്രീറ്റ്മെൻറ്റ്സും ഫേഷ്യൽസും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോവാം. എന്തായാലും വളരെയധികം തിരക്കുണ്ടായിട്ടും ഞങ്ങൾക്ക് വേണ്ടി കുറേ കസ്റ്റമർ നമ്മളെ വെയിറ്റ് ചെയ്ത്, നമ്മളുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പുറത്തിരിപ്പുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ ഈ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ചതിനും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് പറഞ്ഞു തന്നതിനും രാജേശ്വരി മാഡത്തിന് എൻ്റെ പേരിലും പ്രേക്ഷകരുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഇനിയും ഈ സ്ഥാപനം ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും ഈ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു മേഖല പരിചയപ്പെടുന്നവരെ വീണ്ടും കാണാം. ബൈ.